അവരിൽ ചിലർ, ഇവൻ പിശാചുക്കളെ പുറത്താക്കുന്നത് പിശാചുക്കളുടെ തലവനായ ബെൽസബൂബിനെ കൊണ്ടാകുന്നു എന്ന് പറഞ്ഞു. മറ്റു ചിലർ അവനെ പരീക്ഷിച്ചുകൊണ്ട് ആകാശത്തു നിന്ന് ഒരടയാളം കാണിക്കണമെന്ന് അവനോട് ആവശ്യപ്പെട്ടു. യേശു തമ്പുരാൻ അവരുടെ വിചാരങ്ങളെ അറിഞ്ഞവരോട് പറഞ്ഞു, തന്നിൽ തന്നെ ഛിദ്രിക്കുന്ന രാജ്യം നശിച്ചു പോകും, തന്നിൽ തന്നെ ഛിദ്രിക്കുന്ന ഭവനവും വീണു പോകും. സാത്താൻ തനിക്ക് തന്നെ എതിരായി ഛിദ്രിച്ചാൽ എങ്ങനെ അവന്റെ രാജ്യം നിലനിൽക്കും? ഞാൻ പിശാചുക്കളെ പുറത്താക്കുന്നത് ബെൽസബൂബിനെ കൊണ്ടാണെന്ന് നിങ്ങൾ പറയുന്നുവല്ലോ. ഞാൻ പിശാചിനെ പുറത്താക്കുന്നത് ബെൽസബൂബിനെ കൊണ്ടാണെങ്കിൽ നിങ്ങളുടെ മക്കൾ അവയെ പുറത്താക്കുന്നത് ആരെ കൊണ്ടാകുന്നു? ആയതുകൊണ്ട് നിങ്ങളുടെ അവർ വിധികർത്താക്കളായി തീരും. ഞാൻ പിശാചുക്കളെ പുറത്താക്കുന്നത് ദൈവത്തിന്റെ വിരൽ കൊണ്ടാണെങ്കിൽ ദൈവരാജ്യം നിങ്ങളെ സമീപിച്ചിരിക്കുന്നുവെന്ന് കർത്താവ് കൽപ്പിച്ചരുളി ചെയ്തു. ശൈനോ വഷ്ണോമോ കുൽഖൂ കടങ്ങൾ മോചിക്കുന്നവനും പാപങ്ങൾ ക്ഷമിക്കുന്നവനും അശുദ്ധരെ ശുദ്ധീകരിക്കുന്നവനും അനുതാപികളെ സ്വീകരിക്കുന്നവനും പാപികളുടെ മനസ്സാന്തരത്തിൽ സന്തോഷിക്കുന്നവനും തെറ്റുകാരുടെ രക്ഷയ്ക്കായി വാഞ്ചയോടെ ഇരിക്കുന്നവനും വിളിപ്പേ ഞാൻ ഉത്തരം നൽകാം, മുട്ടുകയും ഞാൻ തുറന്നു തരാം, എന്റെ കൈ നിങ്ങൾക്ക് നീട്ടിത്തന്നു നിങ്ങളുടെ പാപങ്ങളും ദോഷത്വങ്ങളും ക്ഷമിക്കുകയും ചെയ്യാമെന്നരുളി ചെയ്തവനുമായ കർത്താവിന് ദൈവികമോ ഈ സ്തോത്രബലി അർപ്പിക്കപ്പെടുന്നതായ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും സമയങ്ങൾ ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബകുൽ ഖുനിയവും അനുഗ്രഹിക്കുന്നവനായ കർത്താവിന്റെ മുമ്പാകെയും പുണ്യം നൽകുന്നതായ ഈ ബലിപീഠത്തിന് മുൻപാകെയും ദിവ്യവും സ്വർഗീയമായ ശ്രേഷ്ഠങ്ങളുടെ മുമ്പാകെയും ഭയങ്കരമായ കുർബാനയുടെ മുമ്പാകെയും ഈ വന്യപിതാവിന്റെ കുന്നിരിക്കാൻ വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. പാപപരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ വ്യർത്ഥങ്ങളെ ക്ഷമിക്കുകയും തുടച്ചു നീക്കുകയും ഓർക്കാതിരിക്കുകയും ചെയ്യുന്നവനുമായ ദൈവപുരാനെയും സ്നേഹപൂർവമായ അങ്ങയുടെ കാരുണ്യത്താൽ അസംഖ്യങ്ങളായ എന്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായ അങ്ങയുടെ ജനത്തിന്റെ പാപങ്ങളെയും മായിച്ചു കളയണമേ. ഉത്തമനെ
തോന്നി ഞങ്ങളിൽ കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, അങ്ങയുടെ കരുണയാൽ ഞങ്ങളെ ഓർത്തുകൊള്ളണമേ. എന്റെ കർത്താവേ, അങ്ങയുടെ കരുണയാൽ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരി സഹോദരങ്ങളുടെയും ഉപദേഷ്ടാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും മഹത്വമുള്ള അങ്ങയുടെ വിശുദ്ധ സഭയുടെ പ്രജകളായ സകല മരിച്ചുപോയവരുടെയും ആത്മാക്കളെയും ഓർക്കണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും അവിടുന്ന് ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയുമാകുന്ന പനിമഞ്ഞ് തളിക്കണമേ. കർത്താവും മഹത്വത്തിന്റെ നാഥനുമായ ഞങ്ങളുടെ മിശിഹാ രാജാവേ, ഞങ്ങൾക്കും ഓർക്കും വിമോചകനും വിമോചനവുമായിരിക്കണമേ. കർത്താവേ, ഞങ്ങൾക്കുത്തരമരുളേണമേ. ഞങ്ങളുടെ തുണയ്ക്കായി എഴുന്നള്ളണമേ. ഞങ്ങളെ സഹായിപ്പാൻ വന്നു ചേരണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും ദൈവം തമ്പുരാനേ അവിടുന്ന് സ്വീകരിക്കണമേ. ദൈവമേ, സകലവിധമായ കഠിന ശിക്ഷകളും ദയാപൂർവ്വം ഞങ്ങളിൽ നിന്ന് നീക്കി മായിച്ചു കളയണമേ. കർത്താവേ, കോപത്തിന്റെ വടികളെ ഞങ്ങളിൽ നിന്നും കരുണാപൂർവം തടുത്തു മാറ്റിക്കളയണമേ. സമാധാനമുണ്ടാക്കുന്ന ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിന് ഞങ്ങളിൽ വരെയും അർഹരാക്കി തീർക്കണമേ. നിനക്കിഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്വത്തിന് പ്രീതികരവുമായ ക്രിസ്തീയമായ പൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യമായി നൽകണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും അർഹരാക്കണമേ. ഞങ്ങളിപ്പോഴും എപ്പോഴും എന്നേക്കും നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. തന്റെ ആട്ടിൻകൂട്ടത്തിനു വേണ്ട ബലിയായി തീർന്ന ഉത്തമയിടയനായുള്ളൂവേ, നിനക്ക് സ്തുതി. ഭൂമിയിലെ നിന്ദ്യഭൂമിയായി എന്നെ അങ്ങയുടെ ദൈവിക രഹസ്യങ്ങളുടെ തിരുനിവാസ സ്ഥാനത്ത് പ്രവേശിക്കുവാൻ കരുണയോടെ എവിടുന്ന് അർഹനാക്കുകയും അങ്ങയുടെ ശ്രേഷ്ഠതയുടെ മഹാവിശുദ്ധ സ്ഥലമാകുന്ന മഹോന്നതങ്ങളിലേക്ക് എന്നെ ഉയർത്തുകയും അങ്ങയെ സ്തുതിക്കുന്നവരായ ക്രോബന്മാരുടെയും ഗാദീശ് പാടുന്നവരായ ശ്രോപ്പന്മാരുടെയും ഗണത്തിൽ എന്നെ ചേർക്കുകയും ചെയ്തിരിക്കുന്നതിനാൽ എന്റെ ദൈവമേ, ഞാൻ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ഇത് അഗ്നിമയമായ ഈ സ്ഥലത്ത് അങ്ങയുടെ അഗ്നിസിംഹാസനത്തിന്റെ മുൻപാകെ നിന്നുകൊണ്ട് നിന്റെ ജനത്തിനു പാപപരിഹാരവും സൃഷ്ടി മുഴുവനും വേണ്ടി മോചനവും ഞാൻ യാചിക്കുന്നു. എന്റെ കർത്താവേ, ആവശ്യക്കാരുടെ മുൻപിൽ അങ്ങയുടെ സമർത്ഥമായ ശ്രീഭണ്ഡാരം തുറന്നുകൊടുത്ത് നിന്റെ ഇടവകയിലെ മക്കളിൽ നിന്റെ അനുഗ്രഹങ്ങൾ ചൊരിയണമേ. കടക്കാരുടെ കടച്ചീട്ടിനെ നാഥോ വിടുന്ന് കീറിക്കളയണമേ. പാപികളുടെ കുറ്റങ്ങൾ ദൈവമേ അവിടുന്ന് ക്ഷമിക്കണമേ. ഞങ്ങൾ ചെയ്തുപോയ അപരാധങ്ങൾ അങ്ങയുടെ സ്മരണയിൽ നിന്നും മായച്ചു കളയണമേ. നഷ്ടപ്പെട്ടു പോയവർ നീ മുഖാന്തരം തിരികെ വന്ന് തിരുമുൻപാകെ സമ്മേളിക്കുവാൻ സംഗതിയാകണമേ. കർത്താവേ, അങ്ങയുടെ കരുണയിൽ മാത്രം ആശ്രയം വെച്ചുകൊണ്ട് ഞങ്ങളുടെ മുൻപിൽ വച്ചിരിക്കുന്നതോ ഈ വിശുദ്ധ ബലിയെ ഞങ്ങൾ സമീപിക്കുന്നു.
നിന്റെ പരിശുദ്ധാത്മാ ഞങ്ങളുടെ കുർബാനയിൽ പ്രീതിപ്പെട്ടിറങ്ങി വന്ന് ഇത് വിശുദ്ധീകരിക്കുകയും അനീതികളിൽ നിന്ന് ഞങ്ങളെ നിർമ്മലരാക്കി അനശ്വരമായ വസ്ത്രം ഞങ്ങളെ ധരിപ്പിക്കുകയും അങ്ങയുടെ രാജ്യത്തിലെ ആനന്ദത്തിന് ഞങ്ങളെ അർഹരാക്കി തീർക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. وابكوا الاسبان والمين അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. من الغن قابل والصيد غابشم كانوا ذاتهم بترايخون الملولا والمين آمين دميلو أتو يونيني ونمان كدي شابو كديشو Dam kades levermod gato Deknes vesracha Nafshoson Dabo Hainu Dachain Wad Radonan Wad Malfonan Wad Anidan ദൈവജ്ഞാനം ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലവണ്ണം നിന്ന് ഈ വന്യപിതാവിന്റെ പ്രാർത്ഥന ഏറ്റുചൊല്ലണം. സർവശക്തിയുള്ള പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്ക് മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോടൊന്നായിരിക്കുന്നവനും സകലവും താൻ മുഖാലും സകലമായിരിക്കുന്നവനും മനുഷ്യായ ഞങ്ങൾക്ക് ഞങ്ങൾ രക്ഷയ്ക്കും വേണ്ടി തിരുമനസായ പ്രകാരം സ്വർഗത്തിൽ നിന്നിറങ്ങി വിശുദ്ധ റൂഹായിൽ നിന്നും ദൈവമാതാവ വിശുദ്ധ കന്യാമറിയാമിൽ നിന്നും ശരീരിയായി തീർന്ന മനുഷ്യനായി. സഹോദരങ്ങളെ, ഗുരുക്കന്മാരെ, കുർബാന അംഗീകരിക്കപ്പെടുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പീലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരേറി തന്റെ പിതാവിന്റെ വലതുഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ വലിയ മഹത്വത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശുമിശിഹായ കർത്താവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ
വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നബിയന്മാരും ശ്രീകന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായി ജീവനും വിശുദ്ധിയുമുള്ള ഏകറൂഹായിലും കാതോലികവും ശ്ലൈഹികവുമായ ഏകവിശ്വ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദീസ ഒന്നു മാത്രമാകുന്നു ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയുടെ ഉയർപ്പിനും വരുവാൻ നിൽക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമേൻ. യാചിക്കേണ്ടും സമയമിതാ മോചിക്കും ഇതു നമസ്കാരത്തിൻ സമയം, ഇതു തന്നെ കരുണാസമയം. ഉന്നത സ്തോമൻ കാലോ കർത്താവേ, ഈ സമയത്ത് സ്നേഹവും ഐക്യവും പരിപൂർണമായ സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിലും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധമായ ചുംബനത്താൽ ഓരോരുത്തരും ഓരോന്റെ അടുത്തവന് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ഈ സമാധാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. തമ്മിൽ തമ്മിൽ സ്നേഹിപ്പാൻ അരുണനാഥാവിൻ സ്നേഹം വാഴത്തങ്ങളിലെന്നാളും സ്തുതി ദൈവത്തിൻ ഉയരത്തിൽ ഭൂതലമെങ്ങും തൻ ശാന്തി മൺവയലിടയിൽ സംപ്രീതി. കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധവും ദൈവമായ സമാധാനത്തിനു ശേഷം കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലവനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവമായുള്ളവേ, നിന്റെ തിരുമുമ്പാകെ ഞങ്ങൾ തലവനിക്കുന്നു. കർത്താവേ, അനശ്വരമായ അങ്ങയുടെ അനുഗ്രഹങ്ങളാൽ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. നിന്റെയും നിന്റെ ഏകജാതന്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുവിഷ്ടം നിറവേറ്റുവാൻ ഇപ്പോഴും എപ്പോഴും എന്നേക്ക് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കുകയും ചെയ്യണമേ. ഹോശോ വബ്കുലിസ്പാൻ